ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് NEP 1986-ൻ്റെ മെയിൻ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയൊരു പ്രധാന വിദ്യാഭ്യാസ നയമാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. NEPയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, പ്രൊമോട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ്. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് സ്ട്രക്ചറൽ റിഫോം, 10+2+3 പാറ്റേൺ, എംഫസൈസ് ഓൺ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഫോക്കസ് ഓൺ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, പ്രൊമോഷൻ ഓഫ് നാഷണൽ ആൻഡ് ലോക്കൽ ലാംഗ്വേജസ്, ഇക്വാലിറ്റി ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, നവോദയ വിദ്യാലയാസ്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്, ഡിലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ് ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്ട്രക്ചറൽ റിഫോം 10+2+3 പാറ്റേൺ. NEP 1986 അനുസരിച്ച് എഡ്യൂക്കേഷൻ സ്ട്രക്ചറിനെ 10+2+3 എന്ന പാറ്റേണിലേക്ക് മാറ്റം വരുത്തി. 10 വർഷം പ്രൈമറി എഡ്യൂക്കേഷൻ, 2 വർഷം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, 3 വർഷം കോളേജ് എഡ്യൂക്കേഷൻ എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ. ഇതിൻ്റെ മെയിൻ പർപ്പസ് രാജ്യത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ്. അടുത്ത വരുന്നതാണ് എംഫസൈസ് ഓൺ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്. എല്ലാ കുട്ടികൾക്കും അടിസ്ഥാനപരമായ കഴിവുകൾ വളർത്തുക, അതിലൂടെ വിദ്യാഭ്യാസത്തെ മികച്ച നിലവാരത്തിൽ എത്തിക്കുക എന്ന ശ്രമം. ബേസിക്കായിട്ട് കുട്ടികൾക്ക് അറിയേണ്ട വായന, എഴുത്ത്, ബേസിക് മാത്തമാറ്റിക്സ് എബിലിറ്റീസ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് വഴി കുട്ടികൾക്ക് പഠനത്തിനൊരു അടിത്തറ ഉണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വരുന്നതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇതിലൂടെ ഇന്ത്യയിലെ വിദ്യാലയങ്ങൾക്ക് പ്രാഥമിക ഉപകരണങ്ങൾ നൽകുക എന്ന പ്രവർത്തനം. ഇതിൽ പ്രാഥമിക ഉപകരണങ്ങൾ മാത്രമല്ല, എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മികച്ച അധ്യാപകരെ കൂടാതെ പഠന സാമഗ്രികൾ, പ്രാഥമിക സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഫോക്കസ് ഓൺ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ, അതായത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യം. ഇതിലൂടെ കുട്ടികളുടെ ഭാവി വളർച്ചയ്ക്ക് ഒരു അടിത്തറ ഒരുക്കുന്നു. അടുത്തതാണ് പ്രൊമോഷൻ ഓഫ് നാഷണൽ ലോക്കൽ ലാംഗ്വേജസ്. ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷകളിൽ പഠനം നടത്തുവാനും ഇതുവഴി വിദ്യാർത്ഥികളുടെ ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുക എന്നതൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അടുത്തതാണ് ഇക്വാലിറ്റി ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എല്ലാ കുട്ടികൾക്കും ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതും കൂടാതെ ഇതുവഴി അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പഠിക്കാനുള്ള അവസരവും അവകാശവും കൊടുക്കുക എന്നതൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് നവോദയ വിദ്യാലയാസ്. ടാലൻ്റുള്ള സ്റ്റുഡൻസിന് റെസിഡൻഷ്യൽ സ്കൂൾസ് പോലുള്ള നവോദയ വിദ്യാലയങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മികച്ച വിദ്യാഭ്യാസം, ഓവറോൾ ഡെവലപ്മെൻ്റ് ഒക്കെ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന തരത്തിലുള്ളതാണ് നവോദയ വിദ്യാലയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. സമയം പോലെ എവിടെ നിന്നും പഠിക്കാനുള്ള വിദ്യാഭ്യാസ രീതി. എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള പഠന രീതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് വരുന്നതാണ് ഡിലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ്. കഴിവുകളെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് ഇതെന്നാണ് പറയുന്നത്. അതായത് തൊഴിൽ പരിശീലനവും പ്രാക്ടിക്കൽ നോളജിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വാല്യൂ എഡ്യൂക്കേഷൻ. ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രീതി. ഇപ്പോൾ മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇതുവഴി ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു. ഇതൊക്കെയാണ് NEP 1986-ൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. 1986-ലെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ തന്നെ വിപ്ലവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വിദ്യാർത്ഥികളെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സമൂഹത്തിൽ ഗുണമേന്മയുള്ള പൗരന്മാരായി വളരാനും അങ്ങനെയുള്ള കഴിവുകൾ വളർത്താൻ ഇത് വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.